ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വെൽക്കം ടു ദ വീഡിയോ. പ്രോൺസ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് ഡീവൈൻ ചെയ്ത 250 ഗ്രാം പ്രോൺസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമായി പ്രോൺസ് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വിനാഗർ, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാല എല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ചെമ്മീൻ മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 15 ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രോൺസ് ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് ഫ്രൈ ആയി വരുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരുന്നതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് തീ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. വെള്ളം വറ്റി ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.